രക്ഷയുടെ പാതയിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞു മാലാഖമാരെ, എല്ലാവരും ഒരുമിച്ച് ഈശോയ്ക്ക് ഉറക്കൊരു സ്തുതി കൊടുക്കാവോ? ആ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കൾ ചാടി എഴുന്നേറ്റേ, നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണം അല്ലേ? കുഞ്ഞി കണ്ണുകളൊക്കെ അടച്ച് കൈകുപ്പി പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹമുള്ള ഉണ്ണീശോയെ, ഞങ്ങളുടെ കൂടെ വരണമേ. നന്നായി പഠിക്കുവാനും നല്ല മക്കളായി ജീവിക്കുവാനും വിശുദ്ധരായി വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പ്രാർത്ഥിച്ചോ എല്ലാവരും? നീ കണ്ണു തുറന്നേ, നമുക്കിരിക്കാം. എല്ലാവരും ഇരുന്നേ. ഓക്കെ. സുഖമാണോ എല്ലാവർക്കും? സന്തോഷമാണോ? സന്തോഷമാണോ? അതെല്ലേ. പിന്നെ പഠിക്കുന്നൊക്കെ ഉണ്ടോ? അതോ മുഴുവൻ സമയം കളിക്കുവാണോ? എന്തോ? ആ, പഠിക്കുന്നുകൊണ്ട് കളിക്കുന്നുകൊണ്ടല്ലേ. മിടുക്കരാണ് കേട്ടോ. സ്കൂളിൽ ടീച്ചർമാർ എന്തെല്ലാം കാര്യങ്ങളാണ് മക്കളെ പഠിപ്പിച്ചേ? പറഞ്ഞേ. ആ, ABCD പഠിപ്പിച്ചു, 1 2 3 പഠിപ്പിച്ചു, സൺഡേ മൺഡേ പഠിപ്പിച്ചോ? അപ്പോൾ എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞു അല്ലേ? ഈ സിസ്റ്റർ ഒരു കാര്യം ചോദിക്കുവാണേ, ഉത്തരം പറയണം കേട്ടോ. നമ്മളെ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ ഒത്തിരി കഥകളിലൂടെയും പാട്ടുകളിലൂടെയും എല്ലാം ആരെക്കുറിച്ചാണ് പഠിച്ചേ? പറഞ്ഞേ. ആ, ഉണ്ണീശോയെക്കുറിച്ച് പഠിച്ചു. പിന്നെയോ? ആ, പിതാവായ ദൈവത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ? എന്തോ? ആ, കാവൽമാലാഖയെക്കുറിച്ച് പഠിച്ചു. വേറെ കാര്യവും പഠിച്ചല്ലോ. ഉണ്ണീശോയുടെ അമ്മ ആരാണെന്നാ പഠിച്ചേ? ആ, മറിയം. ഉണ്ണീശോയുടെ വളർത്തുപിതാവ് ആരാ? ജോസഫ് അല്ലേ? നിങ്ങൾ മിടുക്കരാണ് കേട്ടോ. കാരണം എന്താണെന്നറിയാവോ? നിങ്ങൾ ഈശോയെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഈശോയ്ക്ക് എന്ത് സന്തോഷമാണെന്നറിയാവോ? സിസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ? കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശോയെക്കുറിച്ച് പഠിച്ചായിരുന്നു. ആ സമയത്ത് നമ്മൾ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാൻ പഠിച്ചു. എല്ലാവരും പഠിച്ചില്ലേ? പഠിച്ചോ? ആ, പഠിച്ചു അല്ലേ? ഇനി എപ്പോഴൊക്കെയാണ് കുരിശ് വരയ്ക്കണ്ടേ ഒന്ന് പറഞ്ഞു തരാമോ? ആ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നെറ്റി കുരിശ് വരയ്ക്കണം അല്ലേ? പിന്നെയോ? സ്കൂളിൽ പോകുമ്പോൾ കുരിശ് വരയ്ക്കണം. പിന്നെ എപ്പോഴാണ് കുരിശ് വരയ്ക്കണ്ടേ? ആ, പള്ളിയിൽ ചെല്ലുമ്പോൾ കുരിശ് വരയ്ക്കണം. ആ, പഠിക്കാനിരിക്കുമ്പോൾ കുരിശ് വരയ്ക്കണം. എല്ലാവരും പറ. ആ, രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കുരിശ് വരയ്ക്കണം അല്ലേ? എന്തിനാ കുരിശ് വരയ്ക്കുന്നേ? ആ, കുരിശിൻ്റെ സംരക്ഷണം നമുക്ക് കിട്ടും. നല്ല മിടുക്കരാ കേട്ടോ, നല്ല മക്കള്. മക്കളെ, നമ്മുടെ സൂപ്പർ സ്റ്റാർ ആരായിരുന്നു? ഓർക്കുന്നുണ്ടോ നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ? ആരാ സൂപ്പർ സ്റ്റാർ? ആ, ഈശോ. ഈശോ നമ്മുടെ സൂപ്പർ സ്റ്റാറുമാണ്, നമ്മുടെ കൂട്ടുകാരനുമാണല്ലേ. ഈശോ നമ്മുടെ കൂട്ടുകാരനായി കഴിഞ്ഞപ്പോഴേ നമുക്ക് ഒരു കൂട്ടുകാരനെ കൂടി ഈശോ തന്നായിരുന്നു. അതാരായിരുന്നു? ആ, കാവൽമാലാഖ. ഇപ്പം നമ്മൾ 2 പേരുടെ കൂട്ടുകൂടി. ആരൊക്കെയാ? ഈശോയും കാവൽമാലാഖയും. ഇനി സിസ്റ്റർ ചെറിയൊരു കാര്യം ചോദിക്കുവാണേ. മക്കൾ നല്ല മിടുക്കരായിട്ട് വേഗം വേഗം ഉത്തരം പറയണം. എന്താണോ? മക്കളുടെ പേരൊന്ന് പറഞ്ഞു തരാവോ? ആ, ആഷ്ന, അയറിൻ, എന്തോ? ആ, ഇവാൻ, ആ, ജോവന്ന, സേറ. നല്ല നല്ല പേരാണല്ലോ. എല്ലാവരുടെ പേര് സിസ്റ്റർ കേട്ടു കേട്ടോ. ഈ പേരൊക്കെ നമ്മുടെ വീട്ടിലും നമ്മുടെ സ്കൂളിലൊക്കെ വിളിക്കുന്ന പേരല്ലേ? ആ, ഇത് കൂടാതെ ഒരു പേര് കൂടി നമുക്കുണ്ട്. ആ, ഉണ്ടെന്നേ. എവിടെയാണോ? പള്ളിയിൽ. നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞനുജന്മാരും അനുജിത്തിമാരൊക്കെ ഇല്ലേ? ഇല്ലേ? ആ, അവരുടെ മാമോദിസയ്ക്ക് പള്ളിയിൽ പോയിട്ടില്ലേ? കുഞ്ഞ് വെള്ളയുടുപ്പൊക്കെ ഇടിയിച്ച്. ആ, അതുപോലെ നമ്മളും കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ പപ്പയും മമ്മിയും നമ്മളെ പള്ളിയിൽ കൊണ്ടുപോയി. എന്നിട്ടുണ്ടല്ലോ, പള്ളിയിലെ വൈദികൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുറച്ച് വിശുദ്ധ ജലമൊക്കെ നമ്മുടെ കുഞ്ഞു തലയിൽ തളിച്ചു.
എന്നിട്ടോ നമ്മൾ ദൈവത്തിൻ്റെ മകളും ദൈവത്തിൻ്റെ മകനുമാക്കി മാറ്റി. കൂടാതെ ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്കൊരു സ്വർഗീയ മധ്യസ്ഥനെ കൂടെ തന്നു. മാത്രമല്ല, ആ മധ്യസ്ഥൻ്റെ പേരും നമുക്ക് തന്നു. സിസ്റ്റർ പറയാം, നിങ്ങൾക്കറിയാവോ നോക്കണേ. ജോസഫ്, മത്തായി, മേരി, കാതറിൻ, മരിയ. ഉണ്ടല്ലേ, നമുക്കെല്ലാം അങ്ങനത്തെ പേരുണ്ടല്ലേ. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാണെന്നോ, നമ്മളെക്കാളും മുമ്പ് ജനിച്ച് നല്ല വിശുദ്ധരായിട്ട് ജീവിച്ച് സ്വർഗത്തിലേക്ക് പോയവരാ ഇവർ. അവരെ പോലെ നമ്മളും വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടിയാ. ഇങ്ങനെ ജീവിച്ചവരെ നമ്മളൊരു പേര് വിളിക്കും. എന്താണെന്നറിയാവോ? വിശുദ്ധർ. ഒന്ന് പറഞ്ഞേ, വിശുദ്ധർ. മിടുക്കര്. മക്കളെ, നിങ്ങൾക്ക് ഏതൊക്കെ വിശുദ്ധരെ അറിയാം? അൽഫോൻസാമയെ അറിയാം അല്ലേ? എന്തോ ആഷ്നാമോൾ എന്താ പറഞ്ഞേ? ആഷ്നാമോൾ പറയുവാ, കൊച്ചു ത്രേസ്യായെ കുറിച്ച് വല്യമ്മച്ചി പറഞ്ഞു തന്നിട്ടുണ്ടെന്ന്. ഈ അൽഫോൻസാമയും കൊച്ചു ത്രേസ്യായൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു കുറുക്കു വഴികളിലൂടെ ഈശോയുടെ അടുത്തേക്ക് പോയവരാ. നമുക്കും അങ്ങനെ പോകണ്ടേ? റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കുഞ്ഞു കഥ കേട്ടാലോ? മുറ്റത്തെ മാവിൻ കൊമ്പിലാണ് കുഞ്ഞിത്തത്തയുടെ താമസം. ചുവന്ന കൊക്കും പച്ചയുടുപ്പുമിട്ട ഒരു കൊച്ചു സുന്ദരിയാണ് കുഞ്ഞിത്തത്ത. മാവിൻ്റെ കൊമ്പിൽ അവൾ തത്തി നടക്കുന്നത് കാണാൻ നല്ല രസമാണ്. അടുത്ത മരത്തിലേക്കൊക്കെ പറക്കാൻ അവൾക്ക് വലിയ ആഗ്രഹമാണ്. പറഞ്ഞിട്ടെന്ത്, ചിറക് പൂർണ്ണമായും വളർന്നിട്ടില്ലല്ലോ. നേരം വെളുത്താൽ കുഞ്ഞിത്തത്തയെ തനിച്ചാക്കി അമ്മ തത്ത ഇര തേടി പോവും. പിന്നെ വൈകുന്നേരമാണ് വരിക. പോകുമ്പോൾ കുഞ്ഞിത്തത്തയെ അമ്മത്തത്ത ഓർമ്മപ്പെടുത്തും, മോളെ, ദൂരേക്കൊന്നും പോവരുത്, ചുറ്റും ശത്രുക്കളാണ്, ഞാൻ വരുന്നതുവരെ കൂട്ടിൽ തന്നെ ഇരിക്കണം. അത് കേട്ട് കുഞ്ഞിത്തത്ത തലയാട്ടും. ഒരു നാൾ അമ്മത്തത്ത പോയ തക്കം നോക്കി കുഞ്ഞിത്തത്ത മെല്ലെ മുറ്റത്തേക്ക് വന്നു. അവൾ ചുറ്റിലും നോക്കി, ആരുമില്ല. അമ്മ തിരിച്ചു വരുന്നതിന് മുമ്പ് കൂട്ടിലെത്താമല്ലോ എന്നൊക്കെ വിചാരിച്ച് അവൾ മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഘമയോടെ നടക്കാൻ തുടങ്ങി. ഇതെല്ലാം പാണ്ടൻ പൂച്ച കാണുന്നുണ്ടായിരുന്നു. കുറേ നാളായി അവൻ കുഞ്ഞിത്തത്തയെ മരക്കൊമ്പത്ത് കാണുന്നു. ഇപ്പോ ഇതാ ആ അവസരം മുന്നിൽ. ഇനി ഒരു നിമിഷം വൈകിച്ചുകൂടാ, പാണ്ടൻ വിചാരിച്ചു. എന്നിട്ടോ കുഞ്ഞിത്തത്ത കണ്ടുപൊട്ടി. പാവം കുഞ്ഞിത്തത്തയുണ്ടോ ഇതൊക്കെ അറിയുന്നു. അവൾ മുറ്റത്തെ അരിമണികൾ പെറുക്കി തിന്ന് അങ്ങനെ ചാടി നടക്കുകയാണ്. പെട്ടെന്നാണ് പതിയിരുന്ന പാണ്ടൻ പൂച്ച കുഞ്ഞിത്തത്തയുടെ മേൽ ചാടി വീണത്. ഹായ്, കുഞ്ഞിത്തത്തയെ കയ്യിൽ കിട്ടി എന്ന് പറഞ്ഞ് പാണ്ടൻ സന്തോഷിച്ചു. അപ്പോൾ ദൂരെ നിന്നും പറന്നു വന്ന അമ്മ തത്ത പാണ്ടന്റെ തലയ്ക്ക് ആഞ്ഞൊരു കൊത്തു. പേടിച്ചു പോയ പാണ്ടൻ കുഞ്ഞിത്തത്തയെ വിട്ട് എവിടേക്കോ ഓടി മറഞ്ഞു. പാണ്ടൻ പൂച്ചയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട കുഞ്ഞിത്തത്ത അമ്മയെ പിടിച്ച് നിലവിളിച്ചു. അമ്മ തക്ക സമയത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ. അമ്മ പറഞ്ഞത് കേൾക്കാതെ ഇറങ്ങിയതിന്റെ ഫലം കുഞ്ഞിത്തത്തയ്ക്ക് കിട്ടി. അന്നു മുതൽ കുഞ്ഞിത്തത്ത അമ്മ പറയുന്നത് അനുസരിച്ചിട്ടേ ഉള്ളൂ. കൂട്ടുകാരെ, കുഞ്ഞിത്തത്തയുടെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? അമ്മ പറഞ്ഞത് അനുസരിക്കാതെ കുഞ്ഞിത്തത്ത പുറത്തു പോയപ്പോൾ എന്തു പറ്റി? പാണ്ടൻ പൂച്ച പിടിക്കാൻ വന്നു. ഇതുപോലെയാണ് നമ്മളും മുതിർന്നവർ പറയുന്നത് അനുസരിക്കാതിരിക്കുകയും മറ്റുള്ളവരോട് വഴക്കു കൂടുകയും അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യലേ. ആ സമയത്ത് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂല. എന്താ കാരണം? നമ്മൾ അപകടത്തിൽ ചാടും. സ്വർഗത്തിൽ പോകണമെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിച്ച് വിശുദ്ധിയോടെ ജീവിക്കണം. മാത്രമല്ല, ഈ വിശുദ്ധരില്ലേ, നമ്മുടെ പേരുള്ള വിശുദ്ധര്, ആ വിശുദ്ധരോട് എന്നും പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ലോ നമ്മുടെ കൊച്ചു ത്രേസ്യയും അൽഫോൻസാമയൊക്കെ ഉണ്ടല്ലോ, ഈശോയോട് എന്നും പ്രാർത്ഥിച്ചിരുന്നു. അൽഫോൻസാമ എന്താ പ്രാർത്ഥിച്ചെന്നറിയാവോ? ഞാൻ അങ്ങയെ സ്നേഹിക്കുകയാണ്. എന്താ പ്രാർത്ഥിച്ചേ? ഞാൻ അങ്ങയെ സ്നേഹിക്കുകയാണെന്ന്. കൊച്ചു ത്രേസ്യ ഉണ്ടല്ലോ,
കൊച്ച്രേസ്യ നമ്മളെ പോലെ വളരെ കുഞ്ഞായിരുന്നു കേട്ടോ. കൊച്ച്രേസ്യ പ്രാർത്ഥിച്ചത് നമുക്കും പഠിച്ചാലോ? സിസ്റ്റർ പറഞ്ഞു തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലണേ. ഉണ്ണീശോയെ, അങ്ങയുടെ കൈകളിലെ കളിപ്പന്താക്കി എന്നെ മാറ്റണമേ. ഒന്നും കൂടി പറയാവോ? ഉണ്ണീശോയെ, അങ്ങയുടെ കൈകളിലെ കളിപ്പന്താക്കി എന്നെ മാറ്റണമേ. പഠിച്ച എല്ലാവരും? മക്കളെ, എന്തിനാ പന്ത്? തട്ടിക്കളിക്കാൻ, എറിഞ്ഞു കളിക്കാൻ, പിന്നെയോ ഇങ്ങനെ നിലത്തോടെ ഉരുട്ടി കളിക്കാനല്ലേ? അതുപോലെ നമ്മളും ഉണ്ണീശോയുടെ കയ്യിലെ നല്ലൊരു പന്താകണം. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞുമക്കൾ ചാടി എഴുന്നേറ്റേ. എന്നിട്ട് നമുക്ക് ഉണ്ണീശോയുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞു കൈകൾ തട്ടി നമുക്കൊരു പാട്ട് പാടാം. 2 കുഞ്ഞു കൂട്ടുകാർ വന്നിട്ടുണ്ടേ, അവർ നല്ലൊരു പാട്ട് പഠിപ്പിക്കും. ഓക്കെ? എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ? നന്നായിട്ട് കളിച്ചു കേട്ടോ. ഇനി നമുക്ക് ഇരിക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ട് വരണം. എന്താണെന്നറിയാവോ? നമുക്കെല്ലാവർക്കും ഒരു വിശുദ്ധനോ വിശുദ്ധിയോ സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മയുടെ സഹായത്തോടെ അവരുടെ ഫോട്ടോ കണ്ടെത്തണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നോ? നമ്മൾ പഠിക്കുന്ന മുറിയില്ലേ, ആ മുറിയിൽ ഒട്ടിച്ചു വെക്കണം. മാത്രമല്ല എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം അവരോട്. എന്താ പ്രാർത്ഥിക്കണ്ടേ? എന്നെ ഒരു വിശുദ്ധനാക്കണേ, എന്നെ ഒരു വിശുദ്ധയാക്കണേ. പ്രാർത്ഥിക്കുവോ? പ്രാർത്ഥിക്കാൻ റെഡി ആയിട്ടുള്ളവർ ഒന്ന് കൈ ഉയർത്തി കാണിക്കാമോ? എല്ലാവരും പ്രാർത്ഥിക്കുമല്ലേ? ഇനി ഒരു കാര്യം കൂടിയുണ്ട്. നമുക്ക് നല്ലൊരു പുസ്തകം ഉണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഈശോയെക്കുറിച്ചാണ്. 36-ാമത്തെ പേജിലെ അമ്മ കാണിച്ചു തരും കേട്ടോ. ഒത്തിരി പഴങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല ബനാനയുണ്ട്, ഓറഞ്ചുണ്ട്, മുന്തിരിയുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, നിറം കൊടുത്തിട്ടില്ല. കൂട്ടുകാരെ നിറം കൊടുക്കുകയല്ലേ? നല്ല ക്രയോൺസൊക്കെ വെച്ച് നിറം കൊടുക്കണം കേട്ടോ. എന്നിട്ട് മനോഹരമാക്കി കൊണ്ടുവരണേ. എങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇത്രേ സമയം നമ്മുടെ കൂടെയായിരുന്ന ഈശോ, ആ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ആടിപ്പാടി നന്ദി പറഞ്ഞാലോ? കുഞ്ഞിക്കാലുകൾ തുള്ളി തുള്ളി യേശുവിൻ പിൻപേ പോകാം.
പറഞ്ഞ് ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമായി. ഈശോ നന്നായിട്ട് ചിരിച്ചു കാണിക്കുന്നുണ്ട്. അതുകൊണ്ടേ നമുക്കും നമ്മുടെ കൈ കൂപ്പി പിടിച്ച് നന്നായി ചിരിച്ചുകൊണ്ട് ഈശോയ്ക്ക് ഉറക്കൊരു സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.